ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ബാലിനെ ആകെപ്പാടെ വിഷമിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കണ സമയത്താണ് രാമേട്ടൻ വിളിക്കുന്നത്. രാമേട്ടൻ വിളിച്ചിട്ട് എടാ ബാല, നീ ഇത് എവിടെയാ? നിന്നെ ഇങ്ങോട്ട് കണ്ടതുപോലും ഇല്ലോ, ഇതെന്താ ഇപ്പൊ നിനക്ക് കട പോലും വേണ്ടെന്നായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, രാമേട്ടൻ വൈകുന്നേരം കട പൊട്ടി താക്കോലും കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല. വരുന്നില്ലാന്നോ? അതെ, ഇന്നിനി അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ഇത് എവിടെയാടാ ബാല? ഒരു വാക്കുപോലും നീ പറഞ്ഞില്ലോ. നീ ഇത് എങ്ങോട്ടാ പറയാതെ പോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ കരയുവാണ്. എന്താടാ ബാല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. രാമേട്ടാ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്ക്. ആനന്ദിന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ച് നടത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഇല്ലാതായി പോയി രാമേട്ടാന്ന് പറഞ്ഞു. ഇല്ലാതായി പോയെന്നോ? നീ ഇതിപ്പോ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലോ? അവിടെ എന്താടാന്ന് ചോദിച്ചു. അപ്പോഴാണ് ബാലൻ ആ കാര്യങ്ങളൊക്കെ പറയണേ. ശ്രീദേവിയുടെ കുഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയണേ. അലോകിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷെ കുഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന് മാത്രം എന്ത് തെറ്റാ രാമേട്ടാ ഞാൻ ചെയ്തേ? ഇത്ര വലിയ പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല രാമേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. രാമേട്ടൻ പറഞ്ഞു, എടാ ബാല, എന്നാലും ഇത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞു. അതെ രാമേട്ടാ, വല്ലാത്തൊരു പ്രതിസന്ധിയില്ല ഞാൻ. ഇവിടെ ഉള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല. രാമേട്ടൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാനിപ്പോ തന്നെ ആകാശിനോട് പറയാം. ആകാശിനെ ധർമ്മനെയൊക്കെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് രാമേട്ടൻ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ആരിനെ വിളിക്കുകയാണ്. ആകാശേട്ടനുള്ള വിളിക്കണമെന്ന് ഓർത്തുണ്ട് സന്തോഷത്തോടുകൂടി ആരി ഫോൺ എടുത്തു. എന്താ ആകാശേട്ടൻ വിളിച്ചേന്ന് ചോദിച്ചു. എടാ, നീ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വരണം, ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞു. അല്ല, എന്താ കാര്യം? അത് പിന്നെ ഏട്ടത്തിനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതേന്ന് പറഞ്ഞു. അങ്ങനെ ആരിനും ആ കാര്യങ്ങളൊക്കെ അറിയുവാണ്. ഇതേ സമയത്ത് ആനന്ദിന്റെ അടുത്തേക്ക് ഗോമതി, ബാലനും മീനാക്ഷിയൊക്കെ ചെന്നു. ആനന്ദ് സെഡേഷനിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഉണർന്നു വരുവാണ്. ഈ സമയത്ത് ആനന്ദ് ഇങ്ങനെ പതുക്കെ ഉണർന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോനെ എഴുന്നേക്കണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ വന്താളിപ്പോടെ നോക്കുന്ന കണ്ടപ്പത്തിന് മീനാക്ഷി പറഞ്ഞു, ആനന്ദേട്ടൻ വിഷമിക്കേണ്ടതൊന്നും കാര്യമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, വിഷമോ? എനിക്കൊരു സങ്കടമൊന്നുമില്ല, നിങ്ങൾ ആരും സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോനെ നീ കിടന്നോളാൻ പറഞ്ഞു. എനിക്ക് കിടക്കണ്ട കാര്യമൊന്നുമില്ല, അതിന് മാത്രം എനിക്ക് എന്താ പ്രശ്നം ഇരിക്കണേ? ആ സെഡേഷൻ കൊടുത്തൊരു മയക്കത്തിലായിരുന്നു ഇത്ര സമയം ആനന്ദ്. അതിൽ നിന്ന് അങ്ങ് മുക്തനായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ മോനെ, നീ എഴുന്നേറ്റ് നടക്കണ്ട, അവിടെ കിടന്നോളാൻ പറഞ്ഞു. കാരണം ഇനി എഴുന്നേറ്റ് മുമ്പത്തെപ്പോലെ വയലന്റ് ആയാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. ആ സമയം ബാലൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവന് എഴുന്നേക്കാൻ താല്പര്യമാണെങ്കിൽ എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി എഴുന്നേക്കാൻ താല്പര്യമാണ് മോനെ, എഴുന്നേറ്റോളാൻ പറഞ്ഞു. ആ സമയത്ത് ഗോമതി പറഞ്ഞു, എടാ മോനെ, നിന്നെ ദേവിമോൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതെ, ആനന്ദേട്ടനെ കാണുന്നു ദേവി ചേച്ചി പറഞ്ഞു. ആനന്ദേട്ട, ഒരു കാര്യം ചെയ്യുക, ദേവി ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ല്, ദേവി ചേച്ചിക്ക് ഒരു സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് ഇങ്ങനെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അതെന്താണ് മോനെ നീ ഇങ്ങനെ പറയണേ? നീ അവളെ അടുത്തേക്കൊന്ന് ചെല്ല്, അവളൊന്ന് സമാധാനിപ്പിക്കുക, അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരിടത്തേക്കും ഇല്ലെന്നല്ലേ പറഞ്ഞേ? എന്നെ ആരും നിർബന്ധിക്കണ്ട, നീക്ക് എന്താ പറഞ്ഞ് തലയിലേക്ക് കയറത്തില്ല എന്നൊക്കെ ചോദിച്ച ആനന്ദ് മറ്റൊരാളായിട്ട് മാറുവാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആനന്ദേട്ടന് ചെന്നൊന്ന് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ദേവി ചേച്ചിക്ക് ഒരു സമാധാനമാവും. ആനന്ദേട്ടനെ പോലെ തന്നെ സങ്കടത്തിലാ ദേവി ചേച്ചി, പാവല്ലേ, ആ കാര്യം അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തെ? എനിക്ക് ആരും കാണാൻ താല്പര്യമില്ല. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, വേണ്ട, കാണണ്ട, നീ കിടന്നു, തൽക്കാലത്തേക്ക് ആരും കാണണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കോമതിയോടൊക്കെ കണ്ണും കൊണ്ട് കാണിച്ചു, ഇനി ഇവനെ നിർബന്ധിക്കണ്ടെന്ന്. കാരണം ഒരു പക്ഷെങ്കിൽ ദേവിയോട് ദേഷ്യം കാണുമായിരിക്കും, ആ കുഞ്ഞു പോയതിൽ ദേവി കാരണമാണ് എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആനന്ദ് ദേഷ്യപ്പെടുന്നതെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ആനന്ദിന്റെ മനസ്സിൽ ഇത്രയും കാലം ദേവിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് അവന്റെ കുഞ്ഞു ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണല്ലോ ദേവിയുടെ കള്ളത്തരമൊക്കെ പിടികൂടിയിട്ടും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന വീട്ടിലേക്ക് തന്നെ. ഇനിയിപ്പോൾ അവളെ എന്തിനു കാണുന്നേ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് വല്ലാത്തൊരു ടെൻഷനായി പോയി ബാലനൊക്കെ. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്ത് ചെയ്തു, ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ശ്രീദേവി ഇങ്ങനെ പതുക്കെ കണ്ണു തുറക്കുവാണ്. ഈ സമയത്ത് ശ്രീദേവി കോമതിയോട് ചോദിച്ചു, അമ്മ പറഞ്ഞോ, ആനന്ദേട്ടനോട് പറഞ്ഞോ, കുഞ്ഞ് നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ച് പറഞ്ഞോ എന്ന് ചോദിച്ചു. കോമതി ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പറഞ്ഞു, അതെ, തൽക്കാലത്തേക്ക് പറയണ്ട കേട്ടോ, നിങ്ങളാരും പറയണ്ട. എന്നെപ്പോലെ ഒന്നും അല്ല ആനന്ദേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റില്ല.
പാവ ആനന്ദേണ്ണ എത്ര പ്രതീക്ഷയാണെന്നറിയാവോ. ആനന്ദേണ്ണ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കും. അത് മാത്രമല്ല കുഞ്ഞിന് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ഇപ്പോഴേ മേടിച്ചു വെക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ കുഞ്ഞിനെക്കുറിച്ച് ഇത് നിങ്ങൾ ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബാലനും. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു. മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ചോദിച്ചു, അല്ല എന്തി ആനന്ദേട്ടൻ എന്തിയെന്ന് ചോദിച്ചു. അതിനു മുമ്പ് ആനന്ദേട്ടൻ എന്തി എന്നെ കാണാൻ വരാത്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ബാലനെ പറഞ്ഞേ മീനു കൂട്ടിക്കൊണ്ടു വരാൻ പോയിട്ടുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുമായിരുന്നു. പക്ഷെ മീനാക്ഷിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം ശ്രീദേവിക്ക് സംശയമായി. ശ്രീദേവി ചോദിച്ചു, ആനന്ദേട്ടൻ എന്തിയെ, ആനന്ദേട്ടൻ എന്താ വരാത്തേന്ന് ചോദിച്ചു. മീനാക്ഷിക്ക് എന്ത് മറുപടി പറയണം നടത്തില്ല. പെട്ടെന്ന് മീനാക്ഷി വായി വന്നൊരു കള്ളത്തരം പറയണ. അത് പിന്നെ ശ്രീദേവിച്ചി ആനന്ദേട്ടന് ഈ ലാബിലെ ബില്ലും കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് പോയിരിക്കുക, വരും ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. മീനു നീ ആനന്ദേട്ടനോട് കുഞ്ഞിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, നിന്നോട് വല്ലതും ചോദിച്ചോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. നീ പറയൊന്നും വേണ്ട കേട്ടോ, ആനന്ദേട്ടൻ വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം, ഇപ്പൊ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കും ഭയങ്കര വിഷമമായി. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളോട് മൂവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എന്താ മോളെ. അത് പിന്നെ ആനന്ദേട്ടൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ആനന്ദേട്ടനോട് നിങ്ങൾ ആരും അലോ കാരണമാണ് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം പറയരുത്, വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ആരും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ദേവി ചേച്ചിയുടെ പ്രത്യേകിച്ചും കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പം അലോകിന്റെ പേര് അതിനകത്തേക്ക് വലിച്ചഴിച്ചിടല്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം ദേവി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ബാലനങ്ങൾ സഹിക്കാൻ പറ്റിയില്ല. ആ സമയം മീനാക്ഷി പറഞ്ഞു, അച്ഛനോടും കൂടെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ബാലൻ അതിന് മറുപടി പറയാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, ഇല്ല മീനു ഞാൻ പറയില്ല, അലോകിന്റെ പേര് ഒരിടത്തും ഞാൻ പറയത്തില്ല. കാരണം മീനാക്ഷിക്കറിയാം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോകിനെ വെറുതെ വെച്ചേക്കില്ല, മിക്കവാറും ആനന്ദേട്ടനൊരു കൊടു ക്രിമിനലാവും അല്ലെങ്കിൽ ഒരു കൊലപാതകയാകും എന്നുള്ള കാര്യം ഉറപ്പാ. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീനു ഇങ്ങനെ അതൊക്കെ പറയുന്നേ. ശ്രീദേവി പറഞ്ഞു, ഞാൻ പറയത്തില്ല മീനു, നീ വിഷമിക്കൊന്നും വേണ്ട, ആനന്ദേട്ടൻ വന്നു കഴിയുമ്പോൾ അല്ലാതെ ഞാൻ ആനന്ദേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാളെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഭയങ്കര വിഷമമായിരുന്നു, സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ വിഷമിച്ചിരിക്കുന്നിടത്തേക്ക് മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിട്ട് ബാലന്റെ തോള് കൈവച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പൊ നമുക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമല്ല. ഇത് കേട്ടിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ചെയ്യണം, അലോക് അവൻ കാരണമല്ലേ കുടുംബം നശിച്ചു പോയത്, അവനെ വെറുതെ വിടാൻ പാടുണ്ടോ, അവനെ ചെന്നിട്ട് വലിച്ചിറക്കിയിട്ട് അവന്റെ കഴുത്ത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. എന്റെ കുടുംബം നശിപ്പിക്കാൻ ശ്രമിച്ച അവനെ ഞാൻ വെറുതെ വിടത്തില്ല, ഈ ബാലനാരെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും മീനു പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമയത്ത് പ്രതികാര ബുദ്ധിയായിട്ട് ഇറങ്ങുവാണ് ചെയ്യണ്ടേ. അച്ഛന് ഒരു കാര്യം മനസ്സിലാക്കണം, ആനന്ദേട്ടന് സത്യങ്ങളൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ ആനന്ദേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ എന്തായിരിക്കും ചെയ്യാൻ പോന്നേ. ആനന്ദേട്ടൻ ഒരു കൊലപാതകയാകത്തല്ലേ ഉള്ളൂ. ഒന്ന് അച്ഛൻ മനസ്സ് വെക്കുവാണെങ്കിൽ, കാരണം ഈ സമയത്ത് നമ്മൾ ആത്മസമയനം പാലിക്കുകയോ ചെയ്യണ്ടേ. ശ്രീദേവിച്ചിന്റെ അവസ്ഥ കണ്ടോ, ആനന്ദേട്ടന്റെ അവസ്ഥ കണ്ടോ എന്താന്ന്, അവർക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. അതിന്റെ കൂടെ ആലോക കാരണമാണ് കുഞ്ഞും കൂടെ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല. ഇപ്പം ആനന്ദേട്ടനെന്നല്ല, അരിനോ ആകാശേണ്ടോ ആര് ഈ കാര്യങ്ങൾ അറിഞ്ഞാലും അവരാരും വെറുതെ ഇരിക്കില്ല. അവരും 3 പേരും കൂടെ അങ്ങോട്ട് ചെന്ന് കൃഷ്ണമംഗലം തന്നെ ഇല്ലാതാക്കൂന്ന് പറഞ്ഞു. അതാണോ അച്ഛന് വേണ്ടത്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്നാലും മോളെ അവൻ ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ട് അച്ഛാ അതിനൊക്കെ നമുക്ക് സമയം കിട്ടും പ്രതികാരം ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പോഴച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കുക, അവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചോണ്ട് വരുക നമ്മൾ ചെയ്യണ്ടേ. ശ്രീദേവി ഇച്ചിരി ആനന്ദേട്ടനെ, അതാണിപ്പം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലാതെ ഇവിടെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമല്ല. അപ്പോഴേക്കും ബാലൻ പതുക്കെ എഴുന്നേറ്റു. ശ്രീദേവിക്ക് മനസ്സിലായി ബാലന്റെ മനസ്സിലൊരു കടലിരുമ്പുമാണ്. കാരണം അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബാലൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അച്ഛ പ്ലീസ് അച്ഛ ഞാൻ ഒന്ന് പറയുന്നത് കേൾക്കുന്നു പറഞ്ഞു. ആ സമയത്താണ് ആരിനും ആകാശം കൂടെ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവര് ആ റിസപ്ഷനിൽ ചോദിച്ചിട്ട് അകത്തേക്ക് കയറി ഓടി വരുവാണ്. ഈ സമയത്ത് ബാലനോട് മീനാക്ഷി പറഞ്ഞു, അച്ഛ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഒരു കാരണവശാലും ആരും അറിയാൻ പാടില്ല, അലോ കാരണമാണ് ശ്രീദേവി വെച്ചൊരു കുഞ്ഞു പോയെന്നുള്ള കാര്യം. അപ്പോഴേക്കുമാണ് ബാലന കാഴ്ച കാണുന്നത്. തൊട്ടു പുറയിലായിട്ട് ആരിനും ആകാശം നിൽക്കുന്നു. മീനാക്ഷിയും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെ കണ്ടു. വിട്ടുപോയി രണ്ടുപേരും. സത്യങ്ങൾ അറിഞ്ഞു. ദൈവമേ, തൻ്റെ നാവിൽ നിന്ന് അവരെ സത്യങ്ങൾ അറിഞ്ഞല്ലോ എന്നൊരു ചിന്ത. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മക്കളെ അത് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് അനുസരിക്കണമെന്ന് പറഞ്ഞു. ബാലനോടത്ത് അവർ കേട്ട് കാണുമായിരിക്കും, അപ്പൊ അതിന്റെ ദേഷ്യത്തിലായിരിക്കും അവരുന്ന്. അപ്പോഴേക്കും ആകാശം ചോദിച്ചു, സത്യം പറ എന്താ സംഭവിച്ചേ.
ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ മാത്രം രാമേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൂടുതലായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. എന്താ കാര്യം എന്താ, ശ്രീദേവിച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി ബാലിനെ നോക്കി കാര്യങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല എന്ന് മനസ്സിലായി. ആ സമയം മീനാക്ഷി പറഞ്ഞു, അത് പിന്നെ ശ്രീദേവി ചേച്ചീനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്താ കാര്യം എന്താ? ശ്രീദേവി ചേച്ചി ബാത്റൂമിൽ ഒന്ന് തെന്നി വീണു. തെന്നി വീണെന്നോ? നിങ്ങളെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ടല്ലേ എല്ലാവരും വീട്ടിൽ നിന്ന് പോയത്. അപ്പൊ നിങ്ങൾ എന്താ എവിടെ പോയിരിക്കുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷിയോട് ദേഷ്യപ്പെടുവാണ്. മീനാക്ഷിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു. പിന്നീട് ആരും ചോദിച്ചു, അല്ല കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ല, നമുക്ക് വിധിയില്ലടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനും അതുപോലെ ആരിനും സഹിക്കാൻ പറ്റിയില്ല. ആകാശ് കരഞ്ഞുകൊണ്ട് അവിടേക്ക് പോയി അവിടുത്തെ ബെഞ്ചിലിരിക്കുകയാണ്. ആരിനാണെങ്കിലും വല്ലാതെ സങ്കടപ്പെട്ടു പോയി. പെട്ടെന്ന് ആകാശിന്റെ അടുത്തേക്ക് മീനി ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കരയുവാണ് രണ്ടുപേരും കൂടെ. ആ സമയം ആരിനെ അവിടെ മാറി നിന്ന് കരയുക. ആരിന്റെ അടുത്തേക്ക് ഇന്ന് ബാലന് ആരിന്റെ തോളത്ത് കൈ വെക്കുവാണ്. മോനെ വിഷമിക്കില്ലടാന്നും പറഞ്ഞുകൊണ്ട്. കാരണം അവര് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ ശ്രീദേവിയുടെ ആനന്ദന്റെ കുഞ്ഞിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.